ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തേ പിന്നെ ദിനചര്യകളൊക്കെ അങ്ങ് മാറി കേട്ടോ. വീട്ടിൽ വെറുതെ ഓരോന്നുണ്ടാക്കി കഴിച്ച് ചൊറിയും കുത്തിയിരുന്ന് ഞാൻ ദേണ്ട പണിയെടുക്കുന്നു. പണ്ട് ടെക്സ്റ്റൈൽസിലൊക്കെ നിന്നതുകൊണ്ട് തുണിയൊക്കെ മടക്കാൻ അറിയാവേ. പിന്നെ കുറേ നാളായില്ലേ ജോലി ചെയ്തിട്ട്, അപ്പം അതിൻ്റെ ആ ടച്ചൊക്കെ വിട്ടുപോയി. സാരമില്ല, നമുക്കതൊക്കെ റെഡിയാക്കി എടുക്കാന്നേ. ഉച്ചയ്ക്ക് ശേഷം നല്ല തിരക്കും അതുപോലെ തന്നെ ഓർഡറും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇവിടെ കുറച്ച് ഡ്രസ്സുകൾ പുറത്ത് കിടപ്പുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എടുത്ത് മടക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഒക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി. കാരണം സന്ധ്യ വരെയാണ് വിളക്ക് കത്തിക്കണം. മനീഷേനാണ് കേട്ടോ വിളക്ക് കത്തിച്ചത്. വിളക്കൊക്കെ കത്തിച്ച് വന്നപ്പോഴത്തേക്ക് പിന്നെയും കുറേ പേര് ഡ്രസ്സ് എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അവിടെ നിന്ന് മടക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു സന്തോഷമാണ് കേട്ടോ നിങ്ങളിപ്പോൾ എൻ്റെ മുഖത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. 8 മണിയാകുമ്പോഴാണ് കേട്ടോ നമ്മുടെ ഷോപ്പ് ക്ലോസ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ഷോപ്പൊക്കെ ക്ലോസ് ചെയ്ത് ദാ ഇറങ്ങാൻ പോവാണ്. വീട്ടിലെത്തിയപ്പോൾ ഭയങ്കര ക്ഷീണം. കുറേ ആയില്ലേ ഇങ്ങനെ മേലനങ്ങി പണിയെടുത്തിട്ട്. വഴിയെ റെഡി ആയിക്കോളും. അങ്ങനെ ആ ക്ഷീണത്തോടു കൂടി തന്നെ ഞാൻ നേരെ പോയി കുളിച്ചിട്ട് വന്നപ്പോൾ മനീഷേട്ടൻ ടാങ്കിൽ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സമയം കൊണ്ട് ഞാൻ അടുക്കളയിൽ പോയിട്ട് നാളത്തേക്കുള്ള തേങ്ങയും തിരുമ്മി കുറച്ച് പച്ചക്കറി അരിഞ്ഞു വെച്ചു. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലടേ, അത്രയ്ക്ക് ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ റൂമിലേക്ക് വന്നു. അതിനുശേഷം നമ്മുടെ ഫേസ് വിൻ ഒന്ന് മുഖത്ത് തേച്ചു. കുറേ ആയി ഈ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ ഈ ഫേസ് വിന്നൊക്കെ തേച്ചിട്ട്. അപ്പം അതുകൊണ്ട് ഫേസ് വിന്നൊക്കെ തേച്ച് ഇത് ഞാൻ ഉറങ്ങാൻ പോവാണ്. നാളെ രാവിലെ എഴുന്നേക്കേണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.